ഞാൻ കൊറോണ കാരണമാണ്. ഇല്ലെങ്കിൽ ആ പക്ഷിരാനെ വിളിച്ചോ തിരുമിച്ച് കിട്ടിയാൽ തീരാന്ന കേസേ ഉള്ളത്. അയാളുടെ പേര് പക്ഷിരായ എന്നല്ല, ചന്ദ്രമോഹൻ എന്നാ. നിന്നെ തൂമ്പരായെന്ന് വിളിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടുവോ? എനിക്ക് പോലും അതിനൊക്കെയൊന്നുമില്ല. വേണ്ടേ, നീരൊക്കെ കുറഞ്ഞു നടുവിനാ. ഞാൻ എപ്പോഴും പറയല്ലേ സൂക്ഷിക്കണമെന്ന്. ഈ പറമ്പിലാണ് മൊത്തം കയറ്റം ഇറക്കുക. താറാണോട്ട് അടങ്ങിയിരിക്കത്തുമില്ല. ചുമ്മാ ഇരുന്നാലേ പിത്തം പിടിച്ച് കത്തുപോകും. വെളുപ്പിനല്ലേ? 6 അല്ല 7, 7-ാം തീയതി, അടുത്ത ചൊവ്വാഴ്ച. ഇത് കുഴപ്പിക്കുവോ? ഇല്ലെന്നേ. ഞാനെന്നാ അങ്ങോട്ട് നിൽക്കട്ടെ. ഒരു കുപ്പി സംഘടിപ്പിക്കാൻ പറ്റും. വലിയ പാടാണ്. വീറൊക്കെ അടച്ചേക്കല്ലേ. ഞങ്ങളൊക്കെ മാറ്റി അടിക്കില്ല. മാറ്റടിക്കുന്നു. രാധാകൃഷ്ണൻ സാർ പറഞ്ഞിട്ട് അത് പറയാൻ പറഞ്ഞു. ആരുടെ വീടാ? വീട് തന്നെയാ. ലൊക്കേഷൻ നോക്കിയാ വന്നത്. ഇട്ടിയവരാന്നാ പറയാൻ പറഞ്ഞേ. വൈശാഖ് റോഡിൽ ഒത്തിരി പോലീസും ബ്ലോക്കുവാ. അതുകൊണ്ടാ വെളുപ്പിനെ ഇങ്ങനെ ഇറങ്ങിയതേ. 9846028571. 28571. തിരിച്ചങ്ങോട്ട് എറണാകുളം? ഇല്ല, ഇവിടെ വരും. ബാഗ് എടുത്തോളൂ. ലിവറേജ് കിട്ടുന്ന പോലല്ല, ശുദ്ധമായ സാധനം കിട്ടാ ഇതുണ്ടാക്കുന്നത്. വാറ്റിനെ ഒരു കുടിലി വ്യവസായമായി പ്രഖ്യാപിച്ച് ലോണ് സബ്സിഡി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. വെള്ളം ചേർക്കാനൊക്കത്തില്ല. ഇതിങ്ങനെ ഇത്തിരി വെള്ളം ഒഴിച്ച് കെടുത്തിയേക്കണം. ഇല്ലെങ്കിലേ കുടലും പട്ടമൊക്കെ കത്തിക്കയറും. വേറെ തരാം. വേണ്ട, എനിക്ക് കുറച്ചേ വെള്ളം ഒഴിക്കാതെ അടിക്കാൻ പറ്റത്തില്ല. ഇത് കള്ള് മാറ്റിയതാ, പക്ഷെ തലയാ. കപ്പൽ വാങ്ങിയിട്ട് പറ്റിയ വേറെ ലെവല. നല്ല തണുപ്പും കാറ്റുമൊക്കെ ഉള്ള സ്ഥലം. പാസിയുടെ സ്ഥിരം പ്ലേസ് ആയിരിക്കും അല്ലേ? ഞങ്ങൾ പണ്ട് ഇവിടെ വന്നിരുന്ന് അടിക്കുമായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ചാച്ചനോ? അയ്യോ, പുള്ളിയാണ് അവിടെ നിന്ന് അടിക്കാൻ പോരെ. പുള്ളിയെ പേടിച്ച് ഇവിടെ വന്നിരുന്ന് അടിക്കുന്നത്. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ തന്നെ. പല പെണ്ണുങ്ങളാണെങ്കിൽ പറയണ്ട. അങ്ങനെയുള്ള കേട്ടൊന്നല്ല കേട്ടോ. ഈ അഗസ്റ്റിനുള്ള കാലത്തെ കഥ. പാസി അഗസ്റ്റിന് നല്ല കമ്പനി ആയിരുന്നല്ലേ? കമ്പനി ആയിരുന്നു അന്ന്. പുള്ളി ഉണ്ടല്ലോ, പുള്ളി ഒരു മുതലായിരുന്നു, ഒരു സംഭവമായിരുന്നു. എന്നൊക്കെ തമാശയായിരുന്നു അറിയോ. ഞങ്ങൾ എൻ്റെ കൂടെ ഈ ലോങ് ട്രിപ്പൊക്കെ പോകുമായിരുന്നു. വാഗമൺ, ഉടുപ്പുചോല, തേക്കടി. അയ്യോ, നല്ല തങ്കപ്പെട്ട മനുഷ്യരായിരുന്നു. എല്ലാവരും സഹായിക്കുന്ന മനസ്സായിരുന്നു. കുറച്ച് അലമ്പൊക്കെ ഉണ്ടെന്നാണല്ലോ ഞാൻ കേട്ടത്. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, ആർക്കാ ഇല്ലാത്തത്. പക്ഷേ ഉണ്ടല്ലോ, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു. എൻ്റെ മൂത്ത പെങ്ങളുടെ ഓപ്പറേഷന് ആശുപത്രി വരാതെ കൊണ്ട് നിനക്ക് കാശ് തന്ന 1 2 അല്ല, 50,000 രൂപ. ഇന്നത്തെ അല്ല, അന്നത്തെ. പെങ്ങളും പോയി, പക്ഷെ ആ മനുഷ്യൻ എനിക്ക് മറക്കാൻ പറ്റത്തില്ല.
ആ ലോക്കറിലാക്കിയോടാ. अरे हो गया एक तो कोविड का डर ऊपर से अभी मतलब वाट लग गई അത് ഈ സമയമായതുകൊണ്ടാ, അല്ലെങ്കിൽ ഇത്രയും പാടുണ്ടായില്ല. ഞാനും പേടിച്ചു പോയി. ഇപ്പോൾ വിളിക്കാൻ വലിയ പാടാണ്. ആക്ച്വലി എല്ലാം ഓൺലൈനിൽ തുടങ്ങിയപ്പോൾ ഇതൊക്കെ കൊള്ളാന്ന് വിചാരിച്ചു വരുത്തണമെങ്കിൽ ഞാൻ ഇപ്പൊ താണ്ട് ഇങ്ങനെ ഇനി അങ്ങോട്ട് ചെറിയ ചെറിയൊക്കെ വലിയ പാടായിട്ട് വരും. മെഷീൻ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമല്ലേ ഫോണും മെയിലും എല്ലാം. ഇട്ടിരിക്കുന്ന അണ്ടർവെയറിന്റെ കളർ ഇങ്ങോട്ട് പറഞ്ഞു തരും. ഒന്ന് ആലോചിച്ചു അടിമത്തത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുലാം ചാലു ഡിജിറ്റൽ ജെയിംസ് ആണോ? എടാ നിനക്ക് മറ്റേ ഗുലാം അലി ലക്കിയ ജോക്ക് അറിയാമോ? सुन दो दोस्त दोनों का नाम अली. एक बंदा आईटी कंपनी में काम करता था और दूसरा पान का ठेला चलाता था. ये दोनों दोस्त ഒരു മിനിറ്റ്, I'll call you back. ഹലോ, അമ്മയല്ലേ? അഗസ്റ്റിൻ്റെ അമ്മയല്ലേ? ഞാൻ ബിനോയിയാ. ഞങ്ങൾ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാ. എന്നാ വേണ്ടേ? അവൻ കുന്നേപ്പള്ളി കിടപ്പുണ്ട്, പോയി നോക്ക്. ഞാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയി, പിന്നെ വിളിക്കാനും പറ്റില്ല. തങ്കം പോലെ എന്റെ കൊച്ചിനെ നീയൊക്കെ കൊണ്ടുവന്ന് പഴപ്പിച്ചു. നീ റേഷനി മറിച്ചു വിറ്റല്ലേടാ ജീവിക്കുന്നത്? എനിക്കും അവന്റെ ആ കൊച്ചിനും. അവള് പിന്നെ വേറെ കെട്ടിയല്ലോ.